റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. തൊഴിൽ സ്ഥലത്തെ പീഡനങ്ങളും വിവേചനവും തടയുകയും ജോലിസ്ഥലം സുരക്ഷിതവും സന്തോഷവും നൽകുന്നത് ലക്ഷ്യമിട്ട് പുതിയ എംപ്ലോയ്മെന്റ് റൈറ്റ്സ് ബിൽ വരുന്നു. ജോലിക്ക് കയറുമ്പോൾ ഒപ്പിട്ട് നൽകുന്ന നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റുകൾ ജീവനക്കാരെ ബ്ലാക്ക്മെയിൽ ചെയ്യാതിരിക്കുന്നതിനും നടപടി ഉണ്ടാവും. തൊഴിലിടം പീഡനങ്ങൾക്ക് ഇരകളാകുന്ന രീതി മാറ്റുകയാണ് ലക്ഷ്യം. യഥാർത്ഥത്തിൽ ഔദ്യോഗിക കാര്യങ്ങളെക്കുറിച്ച് രഹസ്യം പാലിക്കാൻ വേണ്ടി തയ്യാറാക്കിയതാണെങ്കിലും നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റുകൾ ഉപയോഗിച്ചാണ് ഇരകളെ പല സ്ഥാപനങ്ങളും നിശബ്ദരാക്കുന്നത്. ശിക്ഷിക്കപ്പെട്ട ലൈംഗിക കുറ്റവാളി ഹാർവി വെയിൽസ്റ്റീൻ ഉൾപ്പെടെയുള്ളവർ എഗ്രിമെന്റുകളുടെ ബലത്തിലാണ് ജീവനക്കാരെ വർഷങ്ങളോളം പീഡനങ്ങൾക്ക് ഇരകളാക്കിയ ശേഷം ഇത് പുറത്തു പറയുന്നതിൽ നിന്നും തടഞ്ഞത്. എന്നാൽ തൊഴിലിടങ്ങൾ ജീവനക്കാർക്ക് സുരക്ഷിതമായ ഇടങ്ങളാകണമെന്ന് തിരിച്ചറിഞ്ഞ് ഇരകൾ നിശബ്ദമായി സഹിക്കേണ്ടി വരുന്ന അവസ്ഥയ്ക്ക് തടയിടാൻ ഗവൺമെന്റ് പുതിയ നീക്കം നടത്തുകയാണ്. നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റുകൾക്ക് നിരോധനം ഏർപ്പെടുത്തി ഈ പീഡനം അവസാനിപ്പിക്കാനാണ് ഗവൺമെന്റിന്റെ നീക്കം. പീഡനങ്ങളും വിവേചനവും നേരിട്ട ജീവനക്കാർക്ക് ഇത് നിശബ്ദം സഹിക്കേണ്ടി വരുന്നതിന് പിന്നിലെ പ്രധാന കാരണം NDAകളാണ്. എംപ്ലോയ്മെന്റ് റൈറ്റ്സ് ബില്ലിൽ NDAകൾ നിയമവിരുദ്ധമാക്കാനുള്ള സെക്ഷൻ കൂടി ഉൾപ്പെടുത്താനാണ് ലേബർ നിർദ്ദേശം. ഇതുവഴി ജീവനക്കാർക്ക് തങ്ങൾ നേരിട്ട അപമാനങ്ങൾ തുറന്നു പറയാൻ വഴിയൊരുങ്ങും. സ്റ്റാമ്പ് ഡ്യൂട്ടി ഇളവുകൾ അവസാനിച്ച ശേഷവും ബ്രിട്ടീഷ് ഭവന വിപണി മുന്നോട്ട്. സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തിയിട്ടും ഉണർവ് രേഖപ്പെടുത്തി ബ്രിട്ടീഷ് ഭവന വിപണി. ജൂണിൽ വാർഷിക വില 2.5% നിലകൊണ്ടത്. മെയിലെ 2.6% നിന്നുമാണ് ഈ ഇടിവ്. ഏപ്രിൽ മുതൽ ജൂൺ വരെ വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ 0.3% മാത്രമാണ് വില താഴ്ന്നത്. UK-യിൽ ജൂൺ മാസത്തിലെ കണക്ക് പ്രകാരം ശരാശരി ഭവനവില 2,96,665 പൗണ്ടാണെന്ന് ഹാലിഫാക്സ് വ്യക്തമാക്കുന്നു. മെയ് മാസത്തിൽ ഭവനവില വർധന 0.3% താഴ്ന്ന ശേഷം ജൂൺ മാസത്തിൽ 0%ലേക്കാണ് മടങ്ങിയെത്തിയതെന്ന് UK-യിലെ ഏറ്റവും വലിയ മോർഗേജ് ലെൻഡർ ഹാലിഫാക്സ് അഭിപ്രായപ്പെട്ടു. ഭവനവിപണിയിൽ ആദ്യമായിട്ട് വീട് വാങ്ങുന്നവർക്ക് നൽകിയിരുന്ന ഇളവുകളാണ് അവസാനിച്ചത്. ഏപ്രിൽ 1 മുതൽ ഇംഗ്ലണ്ടിലും നോർത്തേൺ അയർലൻഡിലും ആദ്യത്തെ വീട് വാങ്ങുന്നവർക്കുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി പരിധി ഉയർന്നിരുന്നു. ഇത് ഏപ്രിൽ മാസത്തിൽ വീട് തേടുന്നവരുടെ എണ്ണം താഴാൻ ഇടയാക്കി. ഈ മാറ്റത്തിലൂടെ വീട് വാങ്ങുമ്പോൾ കൂടുതൽ പ്രോപ്പർട്ടി ടാക്സ് നൽകണമെന്നതാണ് സ്ഥിതി. ഈ ഘട്ടത്തിൽ ലെൻഡർമാർക്ക് കൂടുതൽ മെച്ചപ്പെട്ട മോർഗേജ് ഡീലുകൾ ലഭ്യമാക്കാൻ സാധിക്കുന്നതാണ് വാങ്ങലുകാർക്ക് ആശ്വാസമാകുന്നത്. താങ്ങാവുന്ന നിരക്കിൽ ഡീലുകൾ ലഭിക്കുന്നതിനാൽ വീട് വാങ്ങുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ട്. ഇംഗ്ലണ്ടിൽ നോർത്ത് വെസ്റ്റ് മേഖലയിലാണ് പ്രോപ്പർട്ടി വില വളർച്ച ഉയർന്ന തോത് രേഖപ്പെടുത്തിയത്. സൗത്ത് വെസ്റ്റിലും ലണ്ടനിലും വളർച്ച മെല്ലെപ്പോക്കിലാണ്. ഇവിടെ യഥാക്രമം 0.5%, 0.6% എന്നിങ്ങനെയാണ് വളർച്ച. UK-യിൽ ഏറ്റവും ചെലവേറിയ ഇടം തലസ്ഥാനമായ ലണ്ടൻ തന്നെയാണ്. ഇവിടെ ശരാശരി ഭവനവില 5,40,048 പൗണ്ടാണ്. ഗർഭാവസ്ഥയുടെ 24 ആഴ്ചകൾക്ക് മുൻപ് ഗർഭം അലസുന്ന മാതാപിതാക്കൾക്ക് ലീവുകൾ ലഭിക്കുന്ന തരത്തിൽ നിലവിലെ നിയമത്തിൽ മാറ്റം വരുന്നു. ഗർഭകാലത്ത് കുഞ്ഞിനെ നഷ്ടപ്പെട്ടാൽ മാതാപിതാക്കൾക്ക് ജോലിയിൽ നിന്ന് അവധിയെടുക്കാനുള്ള നിയമപരമായ അവകാശം നൽകുന്നതിനായി തൊഴിൽ അവകാശ ബില്ലിൽ ഭേദഗതി വരുത്താനൊരുങ്ങി സർക്കാർ. നിലവിലുള്ള സ്ഥിതിയിൽ 24 ആഴ്ച ഗർഭകാലത്തിന് ശേഷം ഗർഭസ്ഥ ശിശുവിനെ നഷ്ടപ്പെടുന്ന മാതാപിതാക്കൾക്ക് മാത്രമേ ലീവുകൾ ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇനി 24 ആഴ്ച എന്ന സമയപരിധി മാറ്റുമെന്ന് ഉപപ്രധാനമന്ത്രി ആഞ്ചല റെയ്നർ പറഞ്ഞു. 24 ആഴ്ചയ്ക്ക് ശേഷം ഗർഭസ്ഥ ശിശുവിനെ നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടി മരിച്ചാൽ മാതാപിതാക്കൾക്ക് നിലവിലെ നിയമമനുസരിച്ച് 2 ആഴ്ച വരെ അവധി ലഭിക്കും. ഈ 2 ആഴ്ച സ്റ്റാറ്റ്യൂട്ടറി പാരന്റൽ ബെറിയുമെന്റ് പേ ലഭിക്കാനും ഇവർ അർഹരാണ്. നിലവിലെ നിയമത്തിൽ കൊണ്ടുവരുന്ന പുതിയ മാറ്റങ്ങൾ അനുസരിച്ച് ഒരാഴ്ചത്തെ സാലറി ലഭിക്കാത്ത ലീവിനായിരിക്കും ഇത്തരത്തിലുള്ള മാതാപിതാക്കൾ അർഹരാവുക. ആർക്കൊക്കെയാണ് പുതിയ നിയമം അനുസരിച്ച് ലീവ് ലഭിക്കുക, ഡോക്ടറുടെ കുറിപ്പിന്റെ ആവശ്യം തുടങ്ങിയ വിവരങ്ങൾ ഒരു കൺസൾട്ടേഷന് ശേഷം മാത്രമേ തീരുമാനിക്കുകയുള്ളൂ. പുതിയ നിയമം ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ് എന്നിവിടങ്ങളിലായിരിക്കും നടപ്പിലാക്കുക. വിമൻ ആൻഡ് ഇക്വാലിറ്റീസ് കമ്മിറ്റിയെ നയിക്കുന്ന ലേബർ MP സാറ ഓവൻ ഗർഭം അലസലിനെ ഒരു ശാരീരിക രോഗമായി കണക്കാക്കുന്നതിന് പകരം മാതാപിതാക്കൾ നേരിടുന്ന വേർപാടിനെ അംഗീകരിക്കണം എന്നും അവർ കൂട്ടിച്ചേർത്തു. ഗർഭമലസലിനെ ചുറ്റിപ്പറ്റിയുള്ള സാംസ്കാരിക നിശബ്ദതയെയും അവർ ചൂണ്ടിക്കാട്ടി. അടുത്ത കുടുംബത്തിൽ നിന്ന് പോലും പലപ്പോഴും മറച്ചുവെക്കപ്പെടുന്ന ഒരു നിഷിദ്ധ വിഷയമായി ഇത് ഇപ്പോഴും തുടരുകയാണ് എന്ന് അവർ പറഞ്ഞു. ഗർഭിണിയായ സ്ത്രീക്ക് രഹസ്യമായി ഗർഭഛിദ്ര മരുന്ന് നൽകിയ പാരാമെഡിക്കിന് 10 വർഷവും 6 മാസവും തടവ് ശിക്ഷ വിധിച്ചു. സ്കോട്ടിഷ് ആംബുലൻസ് സർവീസിലെ ക്ലിനിക്കൽ ടീം ലീഡറായിരുന്ന സ്റ്റീഫൻ ഡൂഹാനാണ് തനിക്കുണ്ടായ ബന്ധത്തിലുള്ള കുഞ്ഞിനെ മരുന്ന് നൽകി കൊന്നത്. അതേസമയം ഇരുവരും ബന്ധത്തിൽ ആയിരിക്കുമ്പോൾ സ്റ്റീഫൻ ഡൂഹാൻ വിവാഹിതനായിരുന്നുവെന്ന് സ്ത്രീ അറിഞ്ഞിരുന്നില്ല. 2023 എഡിൻബർഗിലെ തന്റെ വീട്ടിൽ വെച്ച് സ്റ്റീഫൻ ഗർഭമലസാനുള്ള ഗുളികകൾ ഒരു സിറിഞ്ചിൽ ചതച്ച് കുത്തിവെച്ചതിനെ തുടർന്ന് കുഞ്ഞ് മരിക്കുകയായിരുന്നു.
കഴിഞ്ഞ മാസം ഗ്ലാസ്ഗോയിലെ ഹൈക്കോടതിയിൽ ആക്രമണം, ലൈംഗികാതിക്രമം, സ്ത്രീയെ ഗർഭചിത്രത്തിന് വിധേയമാക്കൽ എന്നീ കുറ്റങ്ങൾ സ്റ്റീഫൻ ഡുഹാൻ സമ്മതിച്ചു. ഒരു പാരാമെഡിക്കൽ എന്ന നിലയിൽ തന്റെ അറിവും പ്രവർത്തനക്ഷമതയും ഉപയോഗിച്ച് സ്റ്റീഫൻ ഡുഹാൻ കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം ആസൂത്രണം ചെയ്തതായി ജഡ്ജി ലോർഡ് കോൾബെക്ക് പറയുന്നു. താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യങ്ങളിലൊന്നാണ് ഈ കുറ്റകൃത്യമെന്ന് ജഡ്ജി പറഞ്ഞു. തനിക്കുണ്ടായ വേദന വിവരിക്കുന്നതായിരുന്നു ഇരയായ സ്ത്രീയുടെ പ്രസ്താവന. വിവാഹിതനായിരുന്ന സ്റ്റീഫൻ ഡുഹാൻ 2021 അവധിക്കാലം ആഘോഷിക്കുന്നതിനിടെ സ്പെയിനിൽ വെച്ചാണ് ഇരയായ സ്ത്രീയെ പരിചയപ്പെട്ടത്. താൻ വിവാഹിതനാണെന്ന കാര്യം മറച്ചുവെച്ച് പ്രതി ഈ ബന്ധം തുടരുകയും ചെയ്തു. 2021 മാർച്ചിലാണ് താൻ ഗർഭിണിയാണെന്ന് ഇവർ മനസ്സിലാക്കുന്നത്. ഈ സമയം സ്റ്റീഫൻ ഭാര്യയിൽ നിന്ന് താൽക്കാലികമായി വേർപിരിഞ്ഞിരുന്നു. മരുന്ന് കുത്തിവെച്ച് അടുത്ത ദിവസം തന്നെ സ്ത്രീക്ക് വയറുവേദന അനുഭവപ്പെടുകയായിരുന്നു. 8 വ്യത്യസ്ത വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അതിഭയങ്കരമായ അപകടത്തെ തുടർന്ന് യുകെയിലെ പ്രധാന മോട്ടോർവേകളിലെ ഗതാഗതം ഇന്നലെ പൂർണ്ണമായും സ്തംഭിച്ചു. ജംഗ്ഷൻ 25 ബ്രൈറ്റ്ബറി ഇന്റർചേഞ്ചിനും ജംഗ്ഷൻ 1 പിരമിഡ് റൗണ്ട് എബൌട്ടിനുമിടയിലായി M60 സ്റ്റോക്ക് പോർട്ടിൽ അടച്ചിടേണ്ടതായി വന്നു. 4 ലോറികളും 4 കാറുകളുമാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിലാകെ ബിയർ പരന്നൊഴുകിയുണ്ടായിരുന്നു. ഒരു ഹെവി ഗുഡ്സ് വെഹിക്കിൾ മധ്യത്തിൽ റിസർവേഷൻ ബാരിയറിലേക്ക് ഇടിച്ചു കയറുന്നതും നിരവധി വിളക്കുമരങ്ങൾ ഇടിച്ചിടുന്നതും ചിത്രങ്ങളിൽ കാണാം. മറ്റു വലിയ ലോറികളിലെ ലോഡ് നിരത്തിൽ വീഴുകയായിരുന്നു. 11:25 അപകടം നടന്നത്. ഉടനടി എമർജൻസി വിഭാഗത്തെ വിവരമറിയിക്കുകയും അവർ സംഭവസ്ഥലത്ത് എത്തിച്ചേരുകയും ചെയ്തു. അതേസമയത്താണ് മോട്ടോർവേ 2 ദിശകളിലേക്കും അടച്ചിട്ടത്. നിസ്സാര പരിക്കുകളേറ്റ 6 പേരെ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ചികിത്സിച്ചയച്ചതായി നോർത്ത് വെസ്റ്റ് ആംബുലൻസ് സർവീസ് വക്താവ് അറിയിച്ചു. മറ്റു 3 പേരെ കൂടുതൽ ചികിത്സകൾക്കായി ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഇനി നാട്ടിലെ വാർത്തകൾ. ഇന്നും നാളെയും കേരളത്തിൽ ജനജീവിതം സ്തംഭിക്കും. ഇന്ന് സ്വകാര്യ ബസ് പണിമുടക്കാണ്. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് കൂട്ടുന്നത് ഉൾപ്പെടെ 6 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബസ് പണിമുടക്ക്. സമരം ഒഴിവാക്കാൻ ഗതാഗത കമ്മീഷൻ ബസ് ഉടമകളുമായി ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. സംയുക്ത ട്രേഡ് യൂണിയന്റെ ദേശീയ പണിമുടക്ക് ബുധനാഴ്ചയാണ്. ഇതോടെ സംസ്ഥാനത്ത് ഇന്നും നാളെയും ജനജീവിതം സ്തംഭിക്കും. ബസ്സുകൾക്ക് പുറമെ ടാക്സികളും നാളെ ഓടില്ല. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് കൂട്ടുക, അമിതപ്പിഴ ഒഴിവാക്കുക തുടങ്ങി 6 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്ക് ഇന്ന്. ഇത് പൂർണ്ണമായും അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നായിരുന്നു പാലക്കാട് ഗതാഗത കമ്മീഷൻ നടത്തിയ ചർച്ചയിൽ ബസ് ഉടമകൾ വ്യക്തമാക്കിയത്. പ്രൈവറ്റ് ബസ്സുകളെ ഏറെയും ആശ്രയിക്കുന്ന മലബാർ മേഖലയായിരിക്കും ബസ് സമരം രൂക്ഷമായി ബാധിക്കുക. കൊച്ചി, കോഴിക്കോട് തുടങ്ങിയ നഗരങ്ങളിലും മലയോര മേഖലകളിലും ഇന്ന് യാത്രാക്ലേശം സൃഷ്ടിക്കും. നാളത്തെ സംയുക്ത ട്രേഡ് യൂണിയന്റെ ദേശീയ പണിമുടക്കിലും KSRTC ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളും ഓടില്ല. ടാക്സി സർവീസുകളും നിലയ്ക്കാനാണ് സാധ്യത. ബാങ്കിംഗ്, ഇൻഷുറൻസ് അടക്കം പൊതുമേഖലാ സ്ഥാപനങ്ങളെയും നാളത്തെ പണിമുടക്ക് ബാധിക്കും. അവധി പ്രഖ്യാപിക്കില്ലെങ്കിലും ഗതാഗത സൗകര്യമില്ലാത്തതിനാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും പ്രതിസന്ധിയിലാകുമെന്ന് വാർത്തകൾ. സൂംബ വിവാദത്തിൽ അധ്യാപകൻ TK അഷ്റഫിനെ സസ്പെൻഡ് ചെയ്ത സ്കൂൾ മാനേജ്മെന്റ് നടപടി ഹൈക്കോടതി റദ്ദാക്കി. സംഭവത്തിൽ അധ്യാപകന്റെ വിശദീകരണം കേൾക്കേണ്ടതുണ്ടെന്നും നടപടി പുനഃപരിശോധിക്കണമെന്നും മാനേജ്മെന്റിന് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. തന്റെ ഭാഗം കേൾക്കാതെയാണ് മാനേജ്മെന്റ് നടപടി സ്വീകരിച്ചതെന്ന് അഷ്റഫ് കോടതിയെ ബോധിപ്പിച്ചിരുന്നു. മെമ്മോ നൽകിയതിന്റെ പിറ്റേ ദിവസം തന്നെ നടപടിയെടുത്തുവെന്നും അഷ്റഫിന്റെ വാദം കേട്ടില്ലെന്നും അഭിഭാഷകൻ അറിയിച്ചു. സ്കൂളുകളിൽ നടപ്പാക്കുന്ന സൂംബയ്ക്കെതിരെ അധ്യാപകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറിയുമായ TK അഷ്റഫ് FBയിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിന് പിന്നാലെ വിദ്യാഭ്യാസ വകുപ്പിനെ അപകീർത്തിപ്പെടുത്തിയെന്ന് ആരോപിച്ച അഷ്റഫിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ മാനേജ്മെന്റിന് നിർദ്ദേശം നൽകി. തുടർന്നാണ് മാനേജ്മെന്റ് സസ്പെൻഷൻ നടപടി എടുത്തത്. പാലക്കാട് ജില്ലയിൽ നിപ്പ സ്ഥിരീകരിച്ച യുവതിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. യുവതിയുടെ സമ്പർക്ക പട്ടികയിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായുള്ള അന്വേഷണം തുടരുകയാണ്. അതേസമയം നിപ്പ സംശയത്തെ തുടർന്ന് പാലക്കാട് മെഡിക്കൽ കോളേജിലെ ഐസൊലേഷനിലുള്ള 3 പേരുടെ കൂടി സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇക്കഴിഞ്ഞ 6-ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെയും കൂട്ടിരിപ്പുകാരുടെയും പരിശോധനാ ഫലമാണ് നെഗറ്റീവായത്. ഇതോടെ നിലവിൽ നിപ്പ ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ 38കാരുടെ സമ്പർക്ക പട്ടികയിലുണ്ടായിരുന്നവരിൽ പനി ബാധിച്ച മുഴുവൻ പേരുടെയും സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവായി മാറി. തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില വ്യക്തമാക്കി ഡോക്ടർമാർ. VS മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ VSന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. രക്തസമ്മർദ്ദവും കിഡ്നിയുടെ പ്രവർത്തനവും സാധാരണ നിലയിലാക്കാൻ ചികിത്സകൾ നൽകുന്നുണ്ട്. അതേസമയം ഹൃദയാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ 23-നാണ് VSനെ തിരുവനന്തപുരത്തെ SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ AK ശശീന്ദ്രൻ, K കൃഷ്ണൻകുട്ടി എന്നിവരും മുതിർന്ന CPM നേതാവ് PK ഗുരുദാസൻ, EP ജയരാജൻ, PK ശ്രീമതി അടക്കമുള്ളവരും ആശുപത്രിയിലെത്തി VS അച്യുതാനന്ദനെ സന്ദർശിച്ചിരുന്നു. ഇനി സ്പോർട്സ് വാർത്തകൾ. യുവേഫ വനിതാ യൂറോ 2025-ൽ സ്പെയിൻ തങ്ങളുടെ ആധിപത്യം തുടർന്നു. സ്വിറ്റ്സർലൻഡിൽ നടന്ന മത്സരത്തിൽ ബെൽജിയത്തെ 6-2 എന്ന സ്കോറിന് തകർത്ത് സ്പെയിൻ ക്വാർട്ടർ ഫൈനൽ സ്ഥാനം ഏറെക്കുറെ ഉറപ്പിച്ചു. അലക്സിയ പുറ്റയാസ് ഇരട്ട ഗോളുകൾ നേടി. പോർച്ചുഗലിനെതിരെ ആദ്യ മത്സരത്തിൽ 5-0 വിജയിച്ച സ്പെയിൻ ഗ്രൂപ്പ് ബിയിലെ 2 മത്സരങ്ങളിൽ നിന്ന് 11 ഗോളുകളാണ് നേടിയത്. അയൻ പരേഡസ്, എസ്തർ ഗോൺസാലസ്, മരിയോണ കാൽഡന്റെ,
ക്ലോഡിയ പിന എന്നിവരും സ്പെയിനിനായി ഗോൾ നേടി. ജസ്റ്റിൻ വാൻ ഹെവർമെറ്റ് പിന്നീട് ഹന്ന യൂർലിങ്ഷ് എന്നിവരിലൂടെ ബെൽജിയം 2 തവണ സമനില നേടിയെങ്കിലും സ്പെയിനിന്റെ ഒഴുക്കൻ ആക്രമണത്തിന് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. 2 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റും മികച്ച ഗോൾ വ്യത്യാസവുമുള്ള സ്പെയിന്റെ അവസാന 8ലെ സ്ഥാനം ഏറെക്കുറെ ഉറപ്പാണ്. പോർച്ചുഗൽ ഇറ്റലിക്കെതിരെ സമനില നേടുകയോ തോൽക്കുകയോ ചെയ്താൽ സ്പെയിനിന്റെ യോഗ്യത ഔദ്യോഗികമായി സ്ഥിരീകരിക്കും. 116.83 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.